നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരനെ വധിച്ചതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നത് പിണറായി വിജയൻ തന്നെ എന്ന് കെ രമ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് അവർ കൃത്യമായും ചില കാര്യങ്ങൾ പറയുകയാണിപ്പോൾ. എന്തായാലും ഹൈക്കോടതി വിധി വന്നതിനെ തുടർന്ന് ഈ ലോക്സഭാ കാലഘട്ടത്തിൽ ടി.പി. ചന്ദ്രശേഖരൻ വധം വീണ്ടും ചർച്ചയാവുകയാണ്. CPM-ന് അത് വലിയൊരു തലവേദനയാവുകയുമാണ്. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുന്ന ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഒരു കൺട്രോൾ റൂം പ്രവർത്തിച്ചിരുന്നുവെന്നും അതിനെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവിൽ നിന്നും കോഴിക്കോട്ടത്തെ നേതാവിൽ നിന്നും സക്സസ് എന്ന ഒരു സന്ദേശം കൺട്രോൾ റൂമിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയുടെ ഫോണിലേക്ക് എത്തിയിരുന്നുവെന്നും ആ ഫോണിൻ്റെ സിം കാർഡുകൾ നശിപ്പിച്ച് കളഞ്ഞതുകൊണ്ട് അതിന് തെളിവുകൾ എടുക്കാൻ കഴിയുന്നില്ല എന്നും ഹൈക്കോടതിയിൽ വാദം ഉയർന്നിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് കെ രമ വീണ്ടും സമർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അത് കോടതിയിൽ തെളിയിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ കെ രമ. മതത്തിനു പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയൻ എന്ന് പറയാൻ കാരണം മറ്റു നേതാക്കളും ഇതിനകത്തുണ്ടോ എന്ന സംശയം ഉണ്ട്. എന്തായാലും പിണറായി മാത്രമല്ല മറ്റു നേതാക്കളും ഉണ്ടാകാമെന്നാണ് കെ രമ പറയുന്നത്. പി ജയരാജനും ഇതിനകത്ത് പങ്കുണ്ട് എന്നും കെ രമ പറയുന്നു. പി ജയരാജനിലേക്ക് അന്വേഷണം എത്തിയിരുന്നു. കണ്ണൂരിലെ വാഹനമാണ് കൊലയാളികൾ ഉപയോഗിച്ചത്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലാണ് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞത്. കണ്ണൂരിലെ നേതാക്കൾ അറിയാതെ അത് നടക്കുമോ? കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ സാങ്കേതിക കാരണങ്ങളാണ് കോടതി കുറ്റവിമുക്തനാക്കിയത്. മോഹനൻ ഈ കേസിൽ നേരിട്ട് ഇടപെട്ട ആളാണ്. കുഞ്ചനന്ദൻ മോഹനനെ വിളിച്ച സിം നശിപ്പിക്കപ്പെട്ടു. കള്ളസാക്ഷികളെയാണ് വാദിഭാഗം ഹാജരാക്കിയതെങ്കിൽ പ്രഗത്ഭരായ വക്കീലന്മാരെ കൊണ്ടുവന്നിട്ടും കേസ് തോറ്റത് എങ്ങനെ എന്നും കെ രമ ഇപ്പോൾ ചോദിക്കുന്നു. മാത്രമല്ല പിണറായി വിജയന്റെ പങ്ക് സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്, ഉറപ്പിച്ചു പറയുന്നത് കൊണ്ടാണെന്ന് ചോദ്യത്തിന് മറുപടി പറയുന്നത് ചന്ദ്രശേഖരന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടില്ല കെ രമ പറയുന്നു. ഒരു വിധവയായ കെ രമയാണ്. സ്വന്തം ഭർത്താവിൻ്റെ മൃതദേഹം നേരെ കാണാൻ കഴിഞ്ഞില്ല എന്നതും അവർ സങ്കടത്തോടെ തന്നെ പറയുന്നു. ചന്ദ്രശേഖരന്റെ മൃതദേഹം വീട്ടിലെത്തിയിട്ടില്ല. വികൃതമായി വെട്ടി നുറുക്കിയ മൃതദേഹം കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ തുന്നിക്കെട്ടുമ്പോഴാണ് ആഹ്ലാദ ചിത്തനായി പിണറായി വാർത്താ സമ്മേളനം നടത്തിയത് തിരുവനന്തപുരത്ത്. വിജയശ്രീലാളിതനായി സംസാരിക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖഭാവം. കുലംകുത്തി തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ജീവനില്ലാത്ത ആളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ചിരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് പിണറായി മറുപടി പറഞ്ഞത്. എത്ര വലിയ ശത്രുവായാലും മരിച്ചാൽ ആരും എതിരു പറയില്ല. പക്ഷേ പിണറായി പറഞ്ഞു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവരെല്ലാം ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിൽ സന്തോഷിക്കുന്നു എന്ന് തന്നെയാണ്. അവർക്ക് അതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ്. ആ സത്യം തെളിയിക്കാനാണ് ഞാൻ കോടതികൾ കയറി ഇറങ്ങുന്നത് എന്നും കെ രമ പറയുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഭാര്യയായ കെ രമയോട് താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയുള്ള നിരവധി ഭീഷണികൾ ഉണ്ടെന്നും പറഞ്ഞിരുന്നു. CPM ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചായാലും അവർ നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൂക്ഷിച്ചിട്ട് കാര്യമില്ല. CPM തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എവിടെ വെച്ചായിരുന്നാലും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാലോ എന്ന് ചോദിച്ചപ്പോൾ പോലീസ് സംരക്ഷണം ഉണ്ടെങ്കിലും അവർ ചെയ്യണോ തോന്നിക്കഴിഞ്ഞാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വധിക്കപ്പെടുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു എന്നാണ് കെ രമ പറയുന്നത്. നേതാക്കളുടെ പേരുകളൊക്കെ എന്നോടന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ കോടതിയിലും പറഞ്ഞിട്ടുണ്ട് എന്നും കെ രമ പറയുന്നു. മാത്രമല്ല ഇപ്പോൾ തനിക്കും ഇത്തരത്തിൽ വധഭീഷണികളുണ്ട്. താൻ ശക്തമായി കോടതിയിൽ ഇതിൻ്റെ കേസിന്റെ പിന്നാലെ ഉള്ളത് കൊണ്ട് തനിക്കും വധഭീഷണിയുണ്ട്. അതൊക്കെ മുറ പോലെ ഇപ്പോഴും വരുന്നുണ്ട്. കഴിഞ്ഞ മാസവും തനിക്ക് വധഭീഷണി വന്നിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം അവർ പറയുന്നു, ഞാൻ MLA എന്നുള്ള നിലയിൽ എനിക്ക് പിണറായി വിജയൻ ഇതുവരെയും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, പരസ്പരം സംസാരിച്ചിട്ടുമില്ല. പക്ഷേ മറ്റ് പല നേതാക്കളുമായി എനിക്ക് സൗഹൃദമുണ്ട്. മറ്റാർക്കും എന്നോട് അത്ര വലിയ വെറുപ്പില്ല. ഇദ്ദേഹത്തിന് മാത്രമാണ് എന്നോട് വെറുപ്പുള്ളത്. പിന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിണറായി വിജയനോട് ഞാൻ സംസാരിച്ചെന്നിരിക്കും. കാരണം ഞാൻ ആ പ്രദേശത്തെ ജനപ്രതിനിധിയാണ്, MLA ആണ്. MLA എന്നുള്ള നിലയിൽ എനിക്ക് ചിലപ്പോൾ മുഖ്യമന്ത്രിയെ കാണേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാൻ മുഖ്യമന്ത്രിയെ കാണുന്നെങ്കിൽ അത് പിണറായി വിജയനെയല്ല കാണുന്നത്, മുഖ്യമന്ത്രിയായിരിക്കും കാണുന്നത് എന്നും കെ രമ പറയുന്നുണ്ട്.
എന്തായാലും കെ രമ ഉറപ്പിച്ചു തന്നെ വിശ്വസിക്കുന്നു തൻ്റെ ഭർത്താവിനെ കൊന്ന ടി പി ചന്ദ്രസേനെ കൊന്നതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ പിണറായി വിജയൻ തന്നെ എന്ന്.